എല്ലാവർക്കും നമസ്കാരം. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ, അപ്രന്റീസ്ഷിപ്പ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. സ്ഥിര ജോലി ആയിരിക്കില്ല, അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് റെയിൽവേയിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. നമുക്കിതിൻ്റെ മുഴുവൻ വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് പരീക്ഷയോ ഫിസിക്കലോ ഒന്നും വരുന്നില്ല. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോബ് കിട്ടാൻ പോകുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയ ഡേറ്റ് 19/5/2026 മെയ് 19 മുതൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. 18-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്, ജൂൺ മാസം 18. അപ്പോൾ ജൂൺ 18-ന് മുന്നേ താല്പര്യമുള്ളവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കാം. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു ലിങ്ക് വഴി നിങ്ങൾ അപേക്ഷ കൊടുക്കുക. ഓരോ പോസ്റ്റുകൾ ഇവിടെ കാണാം. ഫിറ്റർ വരുന്നുണ്ട്, കാർപ്പൻ്റർ, വെൽഡർ, COPA, ഇലക്ട്രീഷ്യൻ, സ്റ്റെനോഗ്രാഫർ, പ്ലംബർ, പെയിൻറ്റർ, വയർമാൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് ഡീസൽ, മെഷീനിസ്റ്റ്, ടേണർ, ഡെൻ്റൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നീഷ്യൻ, ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ, ഗ്യാസ് കട്ടർ, സ്റ്റെനോഗ്രാഫർ ഹിന്ദി, കേബിൾ ജോയിൻറ്റർ, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ, ഡ്രൈവർ കം മെക്കാനിക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ്, മെയ്സൺ. ഇത്രയും പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ നാഗ്പൂർ ഡിവിഷനിലേക്ക് റിലീസായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് മൊട്ടിബ എന്നൊരു ഡിവിഷനിലേക്ക് ഉള്ള ട്രേഡുകൾ ഇവിടെ കാണാം. ഫിറ്റർ, വെൽഡർ, കാർപ്പൻ്റർ, പെയിൻറ്റർ, ടേണർ, സ്റ്റെനോ, ഇലക്ട്രീഷ്യൻ, COPA. ഓക്കെ. ഇനി എലിജിബിലിറ്റി കണ്ടീഷൻ 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ് പറയുന്നത്. 15 to 24. OBC-കാർക്ക് 3 വർഷം ഇളവ് കിട്ടുന്നുണ്ട്. അതായത് 27 വയസ്സ് വരെ അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. SC/ST-കാർക്ക് 29 വയസ്സ് വരെയും അപേക്ഷ കൊടുക്കാൻ പറ്റും. 5 വർഷം അവർക്ക് ഇളവ് കിട്ടുന്നുണ്ട്. കറക്റ്റ് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ ആണെങ്കിൽ 19/5/2002 തൊട്ട് 19/5/2011. OBC ആണെങ്കിൽ 19/5/99 മുതൽ 19/5/2011. SC/ST ആണെങ്കിൽ 19/5/97 മുതൽ 19/5/2011. PWBD എക്സ് സർവീസ്മാൻ ഒക്കെ ആണെങ്കിൽ 19/5/1992 മുതൽ 19/5/2011. ഓക്കെ. ഇനി മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് 10th പാസ്, 50% മാർക്ക് മിനിമം നിങ്ങളുടെ കയ്യിൽ വേണം. 50% മാർക്കോടുകൂടി 10ാം ക്ലാസ്, അതിൻ്റെ കൂടെ NTC ITI സർട്ടിഫിക്കറ്റും കൂടി നിങ്ങളുടെ കയ്യിൽ വേണം. ഈ പറയുന്ന അതാത് ട്രേഡിൻ്റെ ITI സർട്ടിഫിക്കറ്റാണ് പറയുന്നത്. സെലക്ഷൻ പ്രൊസീജിയർ ബേസിസ് ഓഫ് മെറിറ്റ് ലിസ്റ്റ്, അതായത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതിലേക്ക് മറ്റ് സെലക്ഷനും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. നിങ്ങളുടെ മാർക്ക്, ഉയർന്ന മാർക്കോടുകൂടി പാസ്സായവർക്ക് ഇതിലേക്ക് ജോബ് കിട്ടും. അപ്രന്റീസ്ഷിപ്പാണ്. ഓക്കെ, ആ കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. സ്ഥിര ജോലി ആയിരിക്കില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ITI പാസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ, ITI നല്ല മാർക്കോടുകൂടി പാസ്സായ, 10ാം ക്ലാസ്സൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായവർക്ക് ഇതിലേക്ക് 18-ാം തീയതിക്ക് മുന്നേ, ജൂൺ 18-ാം തീയതിക്ക് മുന്നേ അപേക്ഷ കൊടുക്കാം. 1 ഇയർ ഡ്യൂറേഷൻ ആയിരിക്കും ട്രെയിനിങ്. 1 വർഷത്തെ ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് റെയിൽവേയിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിതിലേക്ക് അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ പ്രിഫറൻസ് കിട്ടും. ഓരോ എക്സാമിനും പ്രിഫറൻസ്, മുൻഗണന കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു ട്രെയിനിങ് ടൈമിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻ്റായിട്ട് ചെറിയൊരു ശമ്പളം പോലെ സ്റ്റൈഫൻ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വല്ല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്